അപ്പസ്തോല പ്രവൃത്തി 28-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പിന്നെ ഞങ്ങൾ റോമയിൽ എത്തി. പിന്നെ ഞങ്ങൾ എത്തി എന്ന പ്രയോഗത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. എത്തിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച ചില വിപരീത സാഹചര്യങ്ങൾ ആ യാത്രയുടെ പിറകിലുണ്ടായിട്ടുണ്ട്. ചില ലക്ഷ്യങ്ങളിൽ എത്തിക്കത്തില്ലെന്ന്, ചില പദവികളിൽ കയറാൻ അനുവദിക്കത്തില്ലെന്ന്, ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തി കാണാൻ ഇടവരുത്തുകയില്ലെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും വെല്ലുവിളിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ഞങ്ങൾ എത്തിയെന്ന വിജയത്തിൻ്റെ, വിടുതലിൻ്റെ സാക്ഷ്യം പറയാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ ഇടവരട്ടെ. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു നിർബന്ധിച്ച് ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്ന ഒരു യാത്ര നാം കാണുന്നുണ്ട്. യാത്രയുടെ ആരംഭയാമങ്ങൾ സന്തോഷകരമായിരുന്നു. പക്ഷേ 2-ാം യാമമൊക്കെ ആയപ്പോഴേക്കും തിരമാലകൾ പടകിനകത്ത് തള്ളിക്കയറാൻ തുടങ്ങി. കാറ്റ് പ്രതികൂലമായിട്ടടിക്കാൻ തുടങ്ങി. 3-ാം യാമത്തിൽ അവർ നിലവിളിക്കുവാൻ ആരംഭിച്ചു. 4-ാം യാമം കർത്താവ് അവരുടെ അടുക്കലേക്ക് വന്ന് അവരെ വിടുവിക്കുന്ന അനുഭവമുണ്ടായി. നിലവിളിക്കുന്നൊരു 3-ാം യാമമുണ്ടെങ്കിൽ മറുപടി നൽകപ്പെടുന്നൊരു 4-ാം യാമമുണ്ട്. ആ യാത്രയിൽ അവർ അക്കരെ എത്തുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്തൊരു സാഹചര്യമുണ്ടായപ്പോഴും, പടകിനകത്ത് തിരമാല തള്ളിക്കയറി പടക് മുക്കുമെന്ന സാഹചര്യമുണ്ടായപ്പോഴും അവരുടെ അകത്ത് ഒരു പ്രതീക്ഷ: ഞങ്ങളെ പറഞ്ഞയച്ച ഒരുവൻ എത്തിക്കേണ്ട ഇടത്ത് ഞങ്ങളെ എത്തിക്കും. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിന് നേരെ പ്രതികൂലത്തിൻ്റെ കാറ്റ് ശക്തമായിട്ടടിക്കുമ്പോഴും, പടക് മുക്കുമെന്ന് പറയുമ്പോഴും, അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പറയണം: ഞങ്ങൾ ഒരുവൻ്റെ വാക്ക് വിശ്വസിച്ചാണ് ഇറങ്ങിയത്. എത്തിക്കാമെന്ന് പറഞ്ഞവൻ എത്തിക്കേണ്ടിടത്ത് ഞങ്ങളെ എത്തിക്കും. ഇടിഞ്ഞു കിടന്ന മതിൽ പണിയാൻ അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചവരുടെ നടുവിൽ നിന്നുകൊണ്ട് നെഹമ്യാവ് പറഞ്ഞു: സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുമാകയാൽ അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. പണി നടക്കത്തില്ലെന്ന് പറഞ്ഞിടത്ത് സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എണ്ണം പറഞ്ഞ 52 ദിവസം കൊണ്ട് മതിലിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടെങ്കിൽ, എത്തിച്ചേരാൻ സാധ്യതയില്ലെന്ന് മനസ്സു പറഞ്ഞ, സാഹചര്യങ്ങൾ പറഞ്ഞ ഇടത്ത് എത്തിക്കേണ്ടവൻ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചെങ്കിൽ, ഇന്ന് പകൽ മനസ്സ് തകർന്ന് നിരാശ ബാധിച്ച് ജീവിതത്തിൻ്റെ ഏതെല്ലാമോ തീരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന, ലക്ഷ്യസ്ഥാനത്തെത്തുകയില്ലെന്ന് കരുതുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം: എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നൊരു ദൈവമുണ്ട്. ഞങ്ങൾ എത്തി എന്നൊരു സാക്ഷ്യം, ഞങ്ങൾ എത്തി എന്നൊരു വിടുതലിൻ്റെ സാക്ഷ്യം, ഞങ്ങൾ എത്തി എന്നൊരു വിജയത്തിൻ്റെ സാക്ഷ്യം പറയാൻ ദൈവം നമുക്കിടവരുത്തട്ടെ.